ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ സമയം 12:45. അപ്പോൾ ഇനി നാളെ പുതിയ കോളേജിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെയാണ്. പെട്ടെന്നുള്ള ആയതുകൊണ്ട് പെട്ടെന്നുള്ള പ്രിപ്പറേഷൻസ് എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തൊട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആയിട്ടില്ല, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്ത് ബാഗൊക്കെ നമ്മളെ കഴിഞ്ഞ ഇതിൽ കൊണ്ടുപോയതൊക്കെ തന്നെയാണ്. ബാക്കി ഇനി ഇതൊക്കെ പാക്ക് ചെയ്യുന്ന അമ്മ ഇതവിടെ ചിലപ്പോൾ അമ്മ ഉറങ്ങിയിട്ടില്ല. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പെട്ടി എടുത്തുകൊണ്ടിരിക്കുക. ഇനി ഒന്നും വെക്കാനല്ല അമ്മ, എല്ലാം പോകുമ്പോൾ അടയ്ക്കാൻ വിചാരിച്ചു. Locked it. Yes. അമ്മ നാളെ പോകാൻ വേണ്ടി അമ്മയ്ക്കുള്ള ഡ്രസ്സൊക്കെ അമ്മ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ അമ്മ തോന്നുന്നേ? ഉറക്കൊന്നുമില്ലേ? പോകാനുള്ളതൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇറങ്ങുമ്പോൾ ഡയറക്റ്റ് എടുക്കാം. അപ്പോൾ അതേ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാഗും പിന്നെ ഈ ബെഡ് ഡിഗ്രിയുടെ ആ സമയത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് തന്നെയാണ്. പിന്നെ ബക്കറ്റ്, കപ്പില്ല, അപ്പോൾ കപ്പ് അവിടെ പോയിട്ട് വാങ്ങണം. പിന്നെ നമ്മുടെ ഒരു കെറ്റിലാണിത്. അവിടെ ഹോസ്റ്റലൊന്നുമില്ല, ഹോസ്റ്റലൊരു റൂമൊക്കെ ആയിട്ടാണ്. അപ്പോൾ നാളെ പോയിട്ട് വേണം റെഡിയാക്കാം. അപ്പോൾ ഒരു കെറ്റിലുണ്ട്, പിന്നെ വാട്ടർ ബോട്ടിൽ, ഒരു ബാഗ്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ സെറ്റായി. അപ്പോൾ ഇനി ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഇനി രാവിലെ പുതിയ വിശേഷങ്ങളായി പുതിയ കോളേജിൻ്റെ വ്യൂ ഒക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ നമുക്ക് കാണാം. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കോളേജിൽ പോയതുകൊണ്ട് വിചാരിച്ചു ഇനിയിപ്പോൾ പോയ കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ വരുള്ളൂ. അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി കോളേജിൽ പോകുന്നതിന് മുന്നേ അമ്പലത്തിൽ പോയി തൊഴുത് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഗായ്സ്, അങ്ങനെ 2 മാസം നീണ്ടു നിന്ന് വെക്കേഷനൊക്കെ തിരിച്ച് ബാക്ക് ടു നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പോവാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. എല്ലാ സാധനവും എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കോളേജിൽ ചെന്ന് കാണാം. അങ്ങനെ 9 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ 9 മണി കഴിഞ്ഞ് 9:15 കഴിഞ്ഞ് കുറച്ച് ലേറ്റായിപ്പോയി ഇറങ്ങാൻ. 10 മണിക്കാണ് അവരവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ എന്തായാലും ഇനി എത്തുമ്പോൾ ലേറ്റാവും. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, വേഗം പോകാമെന്ന് വിചാരിച്ചു. അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും ഉണ്ട്. എന്നെ കോളേജിൽ കൊണ്ടാക്കുകയാണല്ലോ, അപ്പോൾ റൂമൊക്കെ എടുത്ത് ഇനി അവിടെ നിൽക്കുക. അതുകൊണ്ട് അവരെല്ലാവരും കൂടെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പോകുമ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും പിന്നെ കുഴപ്പമില്ല, എല്ലാം അഡ്ജസ്റ്റ് ആവുമെന്നുള്ള മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പുതിയൊരു കോഴ്സും കൂടെ ആയതുകൊണ്ട് അതിൻ്റേതായൊരു പേടിയും കൂടെ ഉണ്ട്. സ്റ്റുഡൻറ്റ് ടീച്ചർ ആവാൻ വേണ്ടി പോയല്ലേ. അപ്പോൾ ഈ കോളേജിൽ എത്തിയപ്പോഴേക്കും ഞാൻ നല്ല ലേറ്റായിരുന്നു. അവിടെ ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രോഗ്രാമിന് കയറി. പിന്നെ അപ്പോൾ അച്ഛനും അമ്മയും വെയിറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ ഹോസ്റ്റൽ നോക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഒരു ഹോസ്റ്റൽ, ഒരു പെയിൻ ഗസ്റ്റായിട്ട് നല്ലൊരു അടിപൊളി വീടും കിട്ടി. അവർ ആ വീട്ടിൽ തന്നെയാണ് ഫുഡൊക്കെ നമുക്ക് ഇതാക്കി തരിക. അങ്ങനെ ഞങ്ങൾ നേരെ ആ വീട്ടിൽ പോയി അതൊക്കെ സെറ്റായി നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചതിന് ശേഷം നല്ല അടിപൊളി ഒരു വീടാണ്, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്തെ നന്നായി വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1 മണി ഒക്കെ ആയിരുന്നു, ലഞ്ച് ടൈം ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കണ്ടപ്പോൾ അതിൽ കയറിയപ്പോൾ ഞാൻ ചെന്നത് കറക്റ്റ് നല്ല അടിപൊളി മഴ, നല്ല മഴ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ മഴ. അങ്ങനെ മഴ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നു. ഞാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു, അമ്മയേട്ടനും ബിരിയാണി, അച്ഛൻ ചപ്പാത്തി. അങ്ങനെ ഞങ്ങളൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. ഇങ്ങനെ വീട്ടിലെത്തി ഇനി ക്ലാസ്സിലുള്ള ഒരു ആഴ്ചയും കൂടെ നീട്ടി കിട്ടിയത്. കാരണം ഭയങ്കര പെട്ടെന്നായിരുന്നല്ലോ നമുക്ക് റെഗുലറായിട്ട് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അന്ന് നമ്മൾ ഇനി ശരിക്കും പോവും. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളായിട്ട് വരാം. ബൈ. കണ്ണടച്ച് തീർക്കും മുന്നേ ഒരാഴ്ച കടന്നു പോയി ഗൈസ്. എത്ര പെട്ടെന്ന് പോയതറിയാം. അപ്പോൾ നമ്മളിന്ന് പോവാണ് ഗൈസ്. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ കോളേജിലെ ഫസ്റ്റ് ഡേ ആണ്. അന്ന് നമ്മൾ പോയി വന്നു. അപ്പോൾ ഇന്ന് മുതലാണ് ശരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാം ആണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ള, വൈകുന്നേരം വരെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു ഹോസ്റ്റലിൽ കയറാൻ. പക്ഷെ ഇന്നലെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ പോവുകയാണ്. ഇന്ന് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും. ബാക്കി വിശേഷങ്ങൾ കാണാം.
ഇന്ന് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. അപ്പം അമ്മ ചോറൊക്കെ ഇഡലിയിൽ പൊതിഞ്ഞ് കെട്ടിയൊക്കെ തന്നു. ഇന്ന് രാവിലെ ഓറിയൻറ്റേഷൻ ക്ലാസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നലെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ പറ്റിയില്ല. അപ്പോൾ രാവിലെ ഏട്ടനും അമ്മയും കൂടെ എന്നെ കൊണ്ടാക്കി തരുന്നത്. കുറച്ചും കൂടെ സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയത് നമ്മൾ നിൽക്കുന്ന റൂമിലേക്കാണ്. അങ്ങനെ നമ്മളവിടെ ചെന്ന് അമ്മ ഏട്ടനും എന്നെ അവിടെ ആക്കി അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നെ ഞാൻ രാവിലെ ഇതേ കോളേജിലേക്ക് എൻ്റെ 2 ചേച്ചിമാരും കൂടെ ഉണ്ട്, അവരുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ചേച്ചിമാർ ഫുഡൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ ഇതേ കോളേജിലെത്തി. ഞങ്ങൾ നേരത്തെ എത്തി. കുറച്ച് പേരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കാര്യങ്ങളൊക്കെ ഫുൾ ക്ലാസ് ആയിരുന്നു, ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഫുഡ് കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ വേഗം 3 മണിയായപ്പോൾ ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ പോകാനൊക്കെ നേരം ഭയങ്കര മഴ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് ഒരു തോടും പാടമൊക്കെ ഒഴുകുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്ന് നിന്നു. അങ്ങനെ കുറച്ച് നേരം തന്നെ ടൈം സ്പെൻഡ് ചെയ്തു. നല്ല അടിപൊളിയാണ്. ഇങ്ങനെ ഒരു ഇതിൽ താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു, പക്ഷെ ഇപ്പം അത് നടന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു റൂം. ഇപ്പം ഞങ്ങൾ റൂമിൽ 4 പേരാണ്. ഇതാണ് എൻ്റെ ബെഡ്. ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ സൈഡിലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇതേ വൈകുന്നേരം രാവിലെ വന്നപ്പോൾ പാടൊക്കെ നന്നായി കാണുന്നു. ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതേ വെള്ളം നിറഞ്ഞ് പുഴ പോലെ ഒഴുകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. അങ്ങനെ ഇതേ ഫ്രഷ് ആയിട്ടൊക്കെ വന്നതേ. എനിക്ക് അന്ന് വൈൻഡപ്പ് എടുക്കാനുള്ള കാര്യം ഞാൻ മറന്നുപോയി. കാരണം ഫുഡൊക്കെ കഴിച്ച് പിന്നെ വന്നപ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഫസ്റ്റ് ഡേ ആയിരുന്നല്ലോ. നമ്മൾ റൂമൊക്കെ എടുത്ത് അങ്ങനെ സെറ്റായി വരാൻ ടൈമിൽ ശരിക്കും മറന്നുപോയി. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ പുതിയൊരു ഒരു ബിഗിനിങ് ആണ്. B.Ed ഞാൻ അതിനാണ് ചേർന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഞാൻ അന്ന് ഫസ്റ്റ് ഡേ പോയപ്പോൾ വിചാരിച്ചു എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ആണെന്ന്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി അന്ന് തൊട്ടല്ല തുടങ്ങുന്നത്. പിന്നെ നെക്സ്റ്റ് വീക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതും നമുക്കറിയാലോ, മഴയായി, കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടു. എല്ലാം ശരിയാവും. എല്ലാം ഓൾ ഹാപ്പൻസ് ഫോർ എ റീസൺ ആണല്ലോ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വെച്ച് നമ്മളാരും സങ്കടപ്പെടാനോ ഇതാകും പറഞ്ഞാൽ നമ്മളെല്ലാം അതിജീവിക്കും. അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. വെയിറ്റ് ഫോർ ദ ബെസ്റ്റ്, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വ്ളോഗ്സ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി ഞാൻ ഇത് നമ്മുടെ B.Edൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് പുതിയ പുതിയ വീഡിയോസ് ഇടും. അതുപോലെ തന്നെ എനിക്കിപ്പോൾ 2 പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുമ്പോൾ അവരും നമ്മുടെ വ്ളോഗ്സിലുണ്ടാവും. അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ കോളേജിലെ കാര്യങ്ങളും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ചെയ്തിടും. അപ്പോൾ ചെറുതായിട്ട് അവിടെ പരിചയമായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഫുൾ നമ്മൾ അപ്ഡേറ്റായി നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.